തിന്മകളുണ്ടാകുമ്പോൾ പ്രതികരിക്കണമെന്നുള്ളത് നമ്മുടെ ദീനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ റആ മിൻകും മുൻകറൻ, നിങ്ങളിൽ ഒരാൾ ഒരു മുൻകർ, ഒരു തോന്നിവാസം അയാൾ കണ്ടു, ഫൽയുഗയ്യിറുഹു ബിയദിഹി, അവന് കൈകൾ കൊണ്ട് അതിനെ മാറ്റാൻ കഴിയുമെങ്കിൽ, അതിനെ തടയാൻ കഴിയുമെങ്കിൽ അവൻ അങ്ങനെ മാറ്റട്ടെ. അപ്പൊ ഒരു മുൻകർ അത് കൈകൾ കൊണ്ട് തടയാൻ കഴിയുമെങ്കിൽ അങ്ങനെ അതിനെ പ്രതിരോധിക്കണം. ഫഇൻ ലം യസ്തതി, അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഫബിലിസാനിഹി, അവന്റെ നാവ് കൊണ്ട് അവൻ അതിനെ മാറ്റണം. ഫഇൻ ലം യസ്തതി ഫബിഖൽബിഹി, കൈകൾ കൊണ്ടും കഴിയുന്നില്ല, നാവ് കൊണ്ടും കഴിയുന്നില്ല എങ്കിൽ അവന്റെ ഹൃദയത്തിൽ അതിനോടൊരു വെറുപ്പുണ്ടാകട്ടെ. ദാലിക അദ്അഫുൽ ഈമാൻ, ഈമാനിന്റെ ദുർബലതയാണത്, ഏറ്റവും ചെറിയ ഈമാനാണത്. ഇപ്പൊ മുൻകർ കൈകൾ കൊണ്ട് തടയാൻ കഴിയുമെങ്കിൽ അങ്ങനെ തടയണം, നാവ് കൊണ്ട് തടയാൻ കഴിയുമെങ്കിൽ അങ്ങനെ തടയണം. ലഹരി എന്നുള്ളത് നമ്മുടെ നാട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു മുൻകറാണ്, ഏറ്റവും വലിയൊരു അപകടമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടുകൂടെ ലഹരിക്കെതിരെയുള്ള ഏതു മുന്നേറ്റത്തെയും അതുമായി സഹകരിക്കാൻ, അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൂട്ടരുടെ ഉപമ പറഞ്ഞല്ലോ, കപ്പൽ യാത്രക്കാരാണ്. അതിൽ ഏതാനും ചില ആളുകളാണ് കപ്പലിന് സുഷിരമിടാൻ തീരുമാനിച്ചത്, വെള്ളം കിട്ടാൻ. മറ്റു ചില ആളുകൾ, റസൂലുള്ളാഹി പറയാണ്, മറ്റുള്ളവർ ആലോചിക്കുകയാണ്, ഇത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ, അവരതിനെ തടഞ്ഞില്ല എങ്കിൽ ഫഇൻ തറകൂഹും, അവരെ ഉപേക്ഷിച്ചാൽ, ഇത് ഞങ്ങളെ ബാധിക്കുന്നതല്ലല്ലോ, അവരല്ലേ ചെയ്യുന്നത് എന്നു കരുതി അവരെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഹലകൂ ജമീഅ, അവരൊന്നടങ്കം നശിക്കും, ആ കപ്പൽ ഒന്നിച്ചു മുങ്ങും. അതിൽ സുഷിരമിട്ടവരുണ്ടാകും, കണ്ടു നിന്നവരുണ്ടാകും, എല്ലാവരും ഉണ്ടാകും. വഇൻ അഖദു അലാ ഐദീഹിം, ആരെങ്കിലും അവരുടെ കൈ പിടിച്ചാലോ നജൗ വനജൗ ജമീഅ, ആ പണി ചെയ്യുന്നവരും രക്ഷപ്പെടും, മറ്റുള്ള മുഴുവൻ ആളുകളും രക്ഷപ്പെടും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലഹരിയിലേക്ക് പുതിയ തലമുറ, അത് കുട്ടികളെന്ന് മാത്രമല്ല എല്ലാവരും ഉണ്ട്, അതിൽ ആണുണ്ട്, പെണ്ണുണ്ട്, ഉയർന്ന ഉദ്യോഗങ്ങളിൽ ഇരിക്കുന്നവരുണ്ട്, സാധാരണക്കാരുണ്ട്, എല്ലാവരും അതിലുണ്ട്. അവരാ ലഹരിയിലേക്ക് പോകുമ്പോൾ ആ കൈ പിടിച്ചിട്ടില്ല എങ്കിൽ ആ മുങ്ങുന്നതിൽ നമ്മളുണ്ടാകും, അതിൽ നമ്മുടെ മക്കളുണ്ടാകും, അടുത്ത തലമുറയുണ്ടാകും. നമ്മുടെ പോലീസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന്, ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് വളരെ മാതൃകാപരമായ ലഹരിക്കെതിരെയുള്ള മുന്നേറ്റങ്ങൾ നടന്നു വരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ 2000 ആളുകളെയാണ് അറസ്റ്റ് ചെയ്തത്. 2000-ഓളം ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറസ്റ്റുകൾ. അതിന്റെ കണക്കൊക്കെ എടുത്തു നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇത് മുഴുവൻ കേരളത്തിലെ ചെറുപ്പക്കാരിലേക്ക്, നമ്മുടെ മക്കളിലേക്കാണ് മാർക്കറ്റായി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പൊതു നന്മകളിൽ നമ്മൾ പങ്കാളികളാകണം. ഇത് നമ്മുടെ നാടിനു വേണ്ടിയാണ്, ഇത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. മുന്നേ പറഞ്ഞ ഹദീസ് പോലെ നമ്മൾ ഇത് അവഗണിച്ചാൽ നമ്മൾ ഒന്നിച്ചാണ് നശിക്കാൻ പോകുന്നത്. ഇത് ഗൗരവത്തിൽ കണ്ടിട്ടില്ല എങ്കിൽ നാശം നമുക്ക് എല്ലാവർക്കുമാണ്. നേരെ മറിച്ച് നമ്മൾ കൈപിടിച്ചാൽ അതിൽ രക്ഷപ്പെടുന്നത് ഒരുപാട് കുടുംബങ്ങളാണ്, അകപ്പെട്ടുപോയ എത്രയോ കുട്ടികളാണ്. ഇന്ന് നമ്മുടെ ഐഡന്റിറ്റി വെളിവാകാതെ തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഇന്ന ഇടങ്ങളിൽ ലഹരിയുണ്ട് എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അത് ഉപയോഗപ്പെടുത്തണം, സന്ദേശങ്ങൾ കൈമാറണം. ചില സ്ഥലത്തൊക്കെ പ്രസംഗിക്കാൻ പോകുന്ന സമയത്ത്
എന്താണ് പറയേണ്ടതെന്ന് പറയുമ്പോൾ ആ നാട്ടുകാർ പറയുന്നതാണ് ഇവിടെ മുഴുവൻ ലഹരിയാണ്, വീടുകളിൽ ലഹരി കച്ചവടം നടക്കുന്നു എന്നാണ്. ആളുകള് സാധനം വാങ്ങാൻ വേണ്ടി വീട്ടിലേക്ക് വരാൻ, വീട്ടിലിരുന്നിട്ടാണ് കച്ചവടം. അത്രയും വ്യാപകമാണ്. ജനങ്ങൾക്കറിയാം ഇന്ന വീട്ടിൽ ലഹരിയുണ്ട്, ഇന്ന വീട്ടിൽ ലഹരിയുടെ കച്ചവടമുണ്ട്, അവനാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഒരു ഹർഫ് മിണ്ടുന്നില്ല, ഒരാളോടും പറയുന്നില്ല. ഈ തിന്മ നമ്മുടെ അയൽപ്പക്കങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുമ്പോ മിണ്ടാതിരിക്കുകയാണ്. കൃത്യമായി കൊണ്ട് ഇത് നമ്മൾ കൈമാറണം. നമ്മുടെ നാട്ടിലെ ചായക്കടകൾ പോലെ ലഹരി കമ്പോളങ്ങളുണ്ട്. QR കോഡ് വെച്ച ടാഗ് കഴുത്തിലിട്ടിട്ടാണ് കച്ചവടം ചെയ്യുന്നത്. ഓരോ പട്ടണങ്ങളിൽ, ഓരോ ഗ്രാമങ്ങളിൽ ഇത് തീർന്നാൽ എത്തിച്ചു കൊടുക്കാനുള്ള ഏജന്റുമാരുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഗൗരവത്തിലെടുത്ത് ഇത്തരം വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ, കുടുംബത്തിൽ ലഹരി ഉപയോഗിക്കുന്ന കുട്ടിയുണ്ടെങ്കിൽ അവനെ കരകയറ്റണം, അവനെ രക്ഷപ്പെടുത്തണം. ഈ വിവരങ്ങൾ അറിയിക്കാനുള്ള ശ്രമം അത് കൈകൾ കൊണ്ട് കഴിയുമെങ്കിൽ അങ്ങനെ, നാവുകൾ കൊണ്ട് കഴിയുമെങ്കിൽ അങ്ങനെ, അങ്ങനെ ഇത്തരം തിന്മകൾക്കെതിരെ നമ്മൾ നിലപാട് സ്വീകരിക്കണം. ലഹരി ഒരു തിന്മയല്ല. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, തിന്മകളുടെ മാതാവാണ്. എത്ര കുടുംബങ്ങളിൽ ഉപ്പയുടെ നേരെ, ഉമ്മയുടെ നേരെ കത്തി ചൂണ്ടി, എത്ര കുടുംബങ്ങളിൽ ഉമ്മയാരാണ് പെങ്ങളെന്നറിയാത്ത അവസ്ഥകളുണ്ടായി. പഠനത്തിൽ മികവ് പുലർത്തിയ SSLC-യുടെ മാർക്കെടുത്താൽ ഫുൾ A+ ഉണ്ട്, +2-ന്റെ മാർക്കെടുത്താൽ ഫുൾ A+ ഉണ്ട്. പിന്നീട് ബാംഗ്ലൂരിലേക്ക് പോയി, മറ്റിടങ്ങളിലേക്ക് പോയി, ലഹരി കുത്തിവെച്ച് ഹോസ്റ്റൽ റൂമുകളിൽ മനുഷ്യനാണെന്ന് പോലും മറന്നുപോയ വിദ്യാർത്ഥികളുണ്ട് ഇവിടെ. കരിയർ നഷ്ടപ്പെടുത്തിയവർ, ജീവിതം നഷ്ടപ്പെടുത്തിയവർ, കുടുംബം നഷ്ടപ്പെടുത്തിയവർ. ഇതൊരു തിന്മയല്ല, തിന്മയുടെ മാതാവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ ശരിബഹ ലം തുഖ്ബൽ സ്വലാത്തുഹു 40 യൗമൻ. ആ ലഹരി ആസ്വദിച്ചാൽ 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. ഫഇൻ മാത വഹിയ ഫീ ബത്നിഹി മാത മീതതൻ ജാഹിലിയ. അത് വയറ്റിലുള്ള അവസ്ഥയിൽ മരിച്ചാൽ ജാഹിലിയത്തിന്റെ മരണമാണ്. മോർച്ചറിയിൽ നിന്ന് ഡ്രസ്സ് ഉപ്പയുടെ കയ്യിലേക്ക് കൈമാറുമ്പോ അതിൽ ലഹരിപ്പൊതി കണ്ട് കണ്ണ് നിറച്ച ഉപ്പയെ എനിക്കറിയാം. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മകനെ കാണണ്ട എന്ന് പറഞ്ഞ ഉമ്മയെ അറിയാം. അവരുടെ ജീവിതം മാത്രമല്ല, ലഹരി ആസ്വദിച്ച് വാഹനങ്ങളിലൂടെ ഓടിച്ച് എത്രയോ മനുഷ്യരുടെ ജീവൻ കവർന്നെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ട വിഷയമാണ്. ചില ആളുകളുടെ ധാരണ MDMA മാത്രമാണ് പ്രശ്നം, അത് ഭയങ്കര ഗൗരവമാണ്. സിന്തറ്റിക് ലഹരി മാത്രമാണ് പ്രശ്നം. അല്ല, ഇതു മാത്രമല്ല, ലഹരി ഏതാകട്ടെ അത് മുസ്ലിമിന് ഗൗരവമാണ്. അത് സിഗരറ്റ് ആണെങ്കിലും ഒരു ബീഡിക്കുറ്റിയാണെങ്കിലും വലിച്ചു തള്ളുന്ന എത്ര ചെറിയ വസ്തുക്കളാണെങ്കിലും ലഹരി എന്നുള്ളത് എല്ലാം അപകടമാണ്. ഇന്ന് പലപ്പോഴും ആളുകളുടെ ഒരു ധാരണ സിന്തറ്റിക് ലഹരി അത് വലിയ അപകടമാണ്. ലഹരി വീട്ടിലിരുന്ന് ഉപയോഗിക്കുന്നവരുണ്ട്. പുറത്തുനിന്ന് കുടിച്ചാൽ അത് വലിയ തെറ്റാണ്. എന്നാൽ വീട്ടിൽ കുറച്ചൊക്കെ കുടിക്കാം, അതൊരു മാന്യമായ രീതിയാണ്. കല്യാണത്തിന് കുറച്ചാകാം, ആഘോഷങ്ങൾക്ക് കുറച്ചാകാം. ഈ കുറച്ചാകാമെന്ന ചിന്തയാണ് ലഹരി അപകടമല്ല എന്നത് അവരുടെ മനസ്സിനെ പഠിപ്പിക്കുന്നത്. ലഹരിക്ക് പ്രശ്നമില്ല, ലഹരി ആകാം എന്ന ചിന്ത ഹൃദയത്തിലേക്ക് കൈമാറുന്നത് ഇവരാണ്. ഞാൻ പറയുന്നത് ഏറ്റവും അപകടം, ലഹരിയിലെ ഏറ്റവും അപകടം ആദ്യത്തെ പുകയാണ്. ആദ്യത്തെ പുകയാണ് ലഹരിയിലെ ഏറ്റവും അപകടം. ഇതൊന്നും ആസ്വദിക്കാതെ എന്ത് ജീവിതം? ഒന്നതിന്റെ ഒരു രുചി അറിയാൻ, ചെറിയൊരു ജീവിതമല്ലേ, അപ്പൊ ഒന്ന് മനസ്സിലാക്കാൻ ഒരു തവണ, ആ ഒരു തവണയാണ് അപകടം. ആ ഒരു തവണ തുടങ്ങിയവരാണ് സിന്തറ്റിക് ലഹരിയിലേക്ക് എത്തിയത്. ആഘോഷങ്ങളിൽ, ക്യാമ്പസ് ടൂറുകളിൽ, കുടുംബത്തിലെ കല്യാണങ്ങളിൽ, കൂട്ടുകാരൊന്നിച്ചുള്ള ഇരുത്തങ്ങളിൽ അവിടെ കൈമാറിയ ഒന്നാമത്തെ പുക, അതാണ് കുടുംബത്തിന്റെ കണ്ണീരായത്.
അറിയാൻ വേണ്ടി, ഒരു കൗതുകത്തിന്. ആ തുടങ്ങിയതാണ് ജീവിതത്തിന്റെ വില്ലനായത്. ആ തുടക്കമാണ് ജീവിതത്തിന്റെ ഒടുക്കമായി തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് തുടങ്ങാതിരിക്കുക എന്ന സന്ദേശം നമ്മുടെ കുട്ടികൾക്ക് കൈമാറണം, അതെന്തിന്റെ പേരിലാണെങ്കിലും. അതുപോലെ തന്നെ പ്രിയമുള്ള സഹോദരന്മാരെ, വളരെ ഗൗരവത്തോടുകൂടെ ലഹരിയെ നാം നോക്കിക്കാണണം. ചെറുതും വലുതും നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാൻ നമുക്ക് സാധിക്കണം. കുട്ടികൾ അവരറിയാതെ ഈ രോഗത്തിലേക്ക് എത്തിപ്പെട്ടവരാണ്. പലരും ഇത് വേണമെന്ന് കരുതിയിട്ട് ചെയ്തതൊന്നുമല്ല, ഇത് ആസ്വദിക്കണമെന്ന് കരുതി അതിലേക്ക് എത്തിപ്പെട്ടതല്ല. ഒരു കുട്ടി ലഹരി ആസ്വദിക്കുന്നുവെങ്കിൽ ഏതോ ഒരു മനുഷ്യന്റെ ലാഭക്കൊതിയാണ്, ഏതോ ചില നമ്മുടെ മക്കളെ വിറ്റ് ജീവിക്കുന്ന മനുഷ്യരുടെ സമ്പത്തിനോടുള്ള മോഹമാണ് ആ കുട്ടി എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ നന്നായി നിരീക്ഷിക്കണം. എപ്പോഴും ഇങ്ങനെ ഒരു സംശയത്തോടുകൂടെ കുട്ടികളെ നോക്കണം എന്നല്ല പറഞ്ഞത്. സംശയമുള്ള വല്ലതും കണ്ടാൽ കുട്ടികളെ നമ്മൾ നിരീക്ഷിക്കണം. ഉറക്കം കിട്ടുന്നില്ല, രാത്രി ഉറക്കമില്ല, അവരുടെ ഡ്രസ്സ് അലക്കുന്ന സമയത്ത് അതിൽ നിന്ന് ചില പൊടി കിട്ടുന്നു, ചില സ്മെല്ല് അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള ലഹരിയുടെ പാക്കറ്റുകൾ കാണുന്നു. പരിധിയിൽ കവിഞ്ഞ സമ്പത്ത് അവരിലേക്ക് എത്തുന്നു. അതുവരെ നല്ല മോനാണ്, അതുവരെ നല്ല മോളാണ്, സ്വഭാവത്തിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ കാണുന്നു. ചിലപ്പോ കിടന്ന് ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, ഉണർച്ചയില്ല, ഫുള്ളുറക്കാണ്. സുബഹിയില്ല, ലുഹറുമില്ല, 2 മണിക്കും 3 മണിക്കും എഴുന്നേറ്റ് വരുന്നവർ, വിഷാദ രോഗങ്ങളിലേക്ക് പോകുന്നവർ. അങ്ങനെയുള്ള അനുഭവങ്ങൾ കണ്ടാൽ നമ്മൾ നിരീക്ഷിക്കണം. അത് നമ്മൾ മൊബൈലിൽ ജീവിച്ചാൽ കാണൂല. നമ്മൾ വാട്സപ്പിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ജീവിച്ചാൽ മക്കളെ കാണൂല. മക്കളെ കാണെങ്കിൽ മക്കളുടെ കൂടെ ജീവിക്കണം, അവരുടെ കൂടെ ഇരിക്കണം, അവരോട് സംസാരിക്കണം. അവർക്ക് ഉപ്പയായി ഉമ്മയായി ഒരു അപകടത്തിൽപ്പെട്ടാൽ തുറന്നു പറയാൻ നമ്മളുണ്ടാകണം. അങ്ങനെ മക്കളെ നിരീക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ലഹരിക്കടിമപ്പെട്ട കുട്ടി ആരോ ലാഭം കണ്ടതാണ്. ഇതിൽ മനസ്സിലാക്കേണ്ടത് ഈ MDMA കൊടുക്കലും സിന്തറ്റിക് ലഹരി കൊടുക്കലും ഇത് മാത്രല്ല ഹറാം, തോന്നിവാസം. മുസ്ലിം കച്ചവടക്കാരിൽ എത്രയോ ആളുകൾ ഇപ്പോഴും സിഗരറ്റ് കച്ചവടം ചെയ്യുന്നവരുണ്ട്. ആ ഷെൽഫിന്റെ അടിയിൽ ഒരു ബോക്സിൽ അതിലിങ്ങനെ വ്യത്യസ്ത ബ്രാൻഡുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ പള്ളിയിൽ നിസ്കരിക്കുന്നുണ്ട്, ആ മനുഷ്യൻ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ആ മനുഷ്യൻ റമദാനിന് നോമ്പ് നോൽക്കുന്നുണ്ട്. നമ്മുടെ മക്കളുടെ ചുണ്ടിൽ ലഹരി നമ്മൾ തിരികെ വെക്കുമോ? നമ്മുടെ മക്കൾക്ക് നമ്മൾ ചെയ്യൂല. അതേ നമ്മൾ ഏതോ കുടുംബത്തിലെ ഉപ്പയുടെ പ്രതീക്ഷയായ ഉമ്മയുടെ പ്രതീക്ഷയായ ആ കുട്ടികൾക്ക് ലഹരി കൈമാറുന്നു. ഈ സിഗരറ്റിൽ നിന്നാണ് സിന്തറ്റിക് ലഹരിയിലേക്ക് എത്തിയത്, ഉപ്പയുടെ നേരെ കത്തി ചൂണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയത്, ലഹരിക്ക് പ്രശ്നമില്ല എന്ന ചിന്തയിലേക്ക് എത്തിയത്. അത് തുടങ്ങി വെച്ചവൻ, ആ ലഹരി ആസ്വദിച്ചവൻ കടന്നുപോയ എല്ലാ ഘട്ടത്തിനും അവന്റെ സകല തിന്മകൾക്കും അള്ളാന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. ഇത് നിസ്സാരമായ വിഷയമല്ല. 5 നേരം നിസ്കരിച്ചിട്ട് സിഗരറ്റ് കച്ചവടം ചെയ്യുന്നവർ, ബീഡി കച്ചവടം ചെയ്യുന്നവർ, പാൻ മസാലകൾ കൊടുക്കുന്നവർ, ഹോട്ടലിൽ ഈ കച്ചവടങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ ഇത്തരം വിഷയങ്ങളെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ലഹരിക്കടിമപ്പെട്ട കുട്ടികൾക്ക് കൃത്യമായ ഉപദേശങ്ങൾ നൽകണം. ലഹരിക്കെതിരെയുള്ള ഏതു ശ്രമങ്ങളെയും നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അത്തരം നന്മയുടെ കൂടെ നമ്മൾ ചേർന്ന് നിൽക്കുകയും ചെയ്യണം. കാരണം ഇത് നമ്മുടെ നാടിനാണ്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. നമ്മുടെ മക്കൾക്ക് ജീവിക്കാനുള്ളത് ഈ തലമുറയിലാണ്. വലിയ കെട്ടിടങ്ങളും വലിയ പാലം പണിയലും വലിയ എക്സ്പ്രസ് ഹൈവേകളും അതിനേക്കാളൊക്കെ ഈ നാടിന് വേണ്ടത് അടുത്ത തലമുറയാണ്, നമ്മുടെ മക്കളെയാണ്.
ആ തലമുറ ഇവിടെ ഉണ്ടാകണം. യൂറോപ്പിലെ ചില ചിത്രങ്ങൾ നമ്മൾ കാണാറില്ലേ? ലഹരി അനുഭവിച്ച്, ലഹരി ആസ്വദിച്ച് വടിയോരങ്ങളിൽ ചത്തുകിടക്കുന്ന, വീണുകിടക്കുന്ന കൗമാരങ്ങളെ, വിദ്യാർത്ഥികളെ, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ നമുക്ക് വിട്ടുകൊടുത്തുകൂടാ. അതുകൊണ്ട് തന്നെ നാടിനെ തിരിച്ചുപിടിക്കാനുള്ള, ലഹരിക്കെതിരെയുള്ള ഏത് ശ്രമങ്ങളോടും ചേർന്ന് നിൽക്കാൻ, അത്തരം നന്മകളുടെ ഭാഗമാകാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു നമ്മുടെ മക്കളെ അത്തരം അപകടങ്ങളെ തൊട്ട്, ലഹരി പോലെയുള്ള പരീക്ഷണങ്ങളെ തൊട്ട്, ഹബീസുകളെ തൊട്ട് കാത്തുരക്ഷിക്കും.